കരിഞ്ഞു പോയ ഒരു സ്ഥലം കർത്താവ് കാണിക്കുന്നുണ്ട്. കരിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കരിഞ്ഞിരിക്കണേ. എങ്ങനെയാണ് കരിയണമെന്ന് അച്ഛന് അറിയത്തില്ല. ശരീരം ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നു, കരിഞ്ഞ് വരുമ്പോൾ പോലെ. അതായത് ഇപ്പം ചിലപ്പോൾ കീമോ എടുത്ത് കരിഞ്ഞു പോയതായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ മെഡിക്കേഷനിലൂടെ കരിഞ്ഞു പോയതാണ് ഈ കാണിക്കുന്നത്. ചികിത്സയുടെ ഭാഗമായിട്ട് കരിഞ്ഞ് കറുത്തുപോയ ശരീരഭാഗങ്ങളെ, ആ രോഗങ്ങൾ ഇപ്പോഴവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഈശോ അതിനെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഒരു മൂക്ക് ഇങ്ങനെ മെസ്സേജിൽ വരുന്നുണ്ട്. ചിലപ്പോൾ മൂക്കിൽ സിസ്റ്റ് ആകാം, അല്ലെങ്കിൽ മൂക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിസോർഡർ ആയിരിക്കാം. മൂക്കിന് രോഗമുള്ളവർ മൂക്കിൽ തൊട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇപ്പോഴവരെ കർത്താവ് സൗഖ്യപ്പെടും. നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ കർത്താവ് നിന്റെ നാസികയെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. വെളുത്ത വേരുകൾ ഓടുന്ന രോഗങ്ങൾ, വെളുത്ത വേരുകൾ, ചെറിയ രീതിയിലുള്ള വെളുത്ത നിറത്തിലുള്ള വേരുകൾ ഓടുന്ന രോഗങ്ങൾ, അങ്ങനെയാണ് അത് കാണിക്കുന്നത്. കർത്താവ് ആ വ്യക്തിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. സാക്ഷ്യം എരിയും മെഴുകുതിരി. ശ്രദ്ധിക്കട്ടെ. സാമ്പത്തിക കടങ്ങൾ, ലക്ഷക്കണക്കിന് രൂപ കടങ്ങളുള്ളവർ മാത്രം കൈയുയർത്തുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. നിങ്ങൾക്ക് അടക്കാൻ പറ്റാത്ത രീതി ദൈവം ഇടപെടലില്ലെങ്കിൽ അടക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാകും. അവരെല്ലാം കൈയൊരുന്ന് കൈപ്പൊക്കണ്ട. ദൈവം ഇടപെടാതെ ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടത്തില്ല എന്നുള്ളവർ മാത്രമേ കൈപ്പൊക്കാവൂ. ദൈവം പ്രത്യേകമായ വിധത്തിൽ എന്നുവെച്ചാൽ ഉടമ്പടി അനുസരിച്ച് നോട്ട് ബൈ മെറിറ്റായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സ്ഥലം വിൽക്കാനുണ്ടാകും. അത് വിറ്റ് മാറിയാലും മതിയായിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും പണം തരാനുണ്ടാകും, അത് തന്നു മാറിയാലും മതിയായിരിക്കും. അതുപോലെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പറ്റാത്ത രീതിയിലുള്ള കർത്താവ് ഇന്ന് തന്നെ ഇടപെടണം, കർത്താവ് ഇപ്പോഴും തന്നെ ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തിക്കൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധി പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയെ, വലിയ കടുത്ത സാമ്പത്തിക ബാധ്യതയിൽ പോകുന്നവരെ കർത്താവെ, സാമ്പത്തിക ബാധ്യത കൊണ്ട് ജീവിക്കാൻ കഴിയുമെന്നൊരു ഐഡിയ ഇല്ലാതെ കർത്താവെ വിഷമിക്കുന്നവരെ കടന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കടങ്ങളെല്ലാം പരിഹരിക്കാൻ കർത്താവെ ഈ ആഴ്ചയിൽ തന്നെ കർത്താവെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ കർത്താവെ അവർക്ക് പ്രത്യേകമായ വഴി നടത്തൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. യാത്ര ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തി പ്രാർത്ഥിക്കേണ്ടതാണ്. യാത്ര ആഗ്രഹിക്കുന്നവർ ചിലപ്പോൾ ഒരു ടെസ്റ്റ് എടുക്കാൻ പോകുന്ന യാത്രയാകാം. കൃപാസനം മാതാവ് സഞ്ചാരി മാതാവായത് കാരണം നമ്മളത് യാത്ര സമർപ്പിച്ച തീർച്ചയായിട്ടും മാതാവ് നിൻ്റെ കൂടെ വരും. നിൻ്റെ കഴിവിനേക്കാൾ വരെ ദൈവം നിന്നെ സഹായിക്കും. ചിലപ്പോൾ ഇൻ്റർവ്യൂ ആകാം, അതിന് യാത്രയാകാം, ചിലപ്പോൾ ടെസ്റ്റ് ആകാം, ചിലപ്പോൾ യാത്രയാകാം. അത് ഓൺലൈൻ ചെയ്യാനുള്ള ആൾക്കാരായാലും കൈവെക്കണം. കാര്യം അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇൻ്റർവ്യൂ, ടെസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ യാത്ര പോയി ചെയ്യേണ്ട കാര്യമാകാം. എംബസിയിലോട്ടോ അല്ലെങ്കിൽ കമ്പനിയിലോട്ടൊക്കെ പോകേണ്ടവരുണ്ടാകാം. എവിടെ യാത്ര ജോലി സംബന്ധമായ വിഷയത്തിനോ
ചികിത്സ സംബന്ധമായ വിഷയത്തിന് യാത്ര ചെയ്യാനുള്ളവർ കൈപൊക്കുക. ഓൺലൈനിലുള്ളവർക്ക് കൈപൊക്കി പ്രാർത്ഥിക്കേണ്ടതാണ് ഈ സമയത്ത്. അച്ഛനോട് ചേർന്ന് ശ്രദ്ധിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മാസം നടക്കുന്ന, ആഴ്ചയിൽ നടക്കാൻ പോകുന്ന മുഴുവൻ യാത്രകൾ, ജോലിക്ക് വേണ്ടിയുള്ള യാത്രകൾ, ചികിത്സയ്ക്ക് വേണ്ടിയുള്ള യാത്രകൾ, സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ, മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ, വിവാഹത്തിൻ്റെ ഒരുക്ക യാത്രകൾ, കർത്താവെ, മറ്റെല്ലാ ചികിത്സാ യാത്രകൾ, എല്ലാ യാത്രകളും സഞ്ചാരി മാതാവായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം അമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ സഹയാത്രികമായി കൂടി യേശുവും കർത്താവെ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് സഞ്ചരിച്ചു പോയ അമ്മയുടെ മധ്യസ്ഥത ലഭിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. രോഗികളായിട്ടുള്ളവരെ, വിവിധമായ രോഗം അനുഭവിക്കുന്ന ശരീര മേഖലകളിൽ ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇത് ഉടമ്പടി പ്രാർത്ഥനയുടെ ഭാഗമായി വരുന്ന ധ്യാനമാണ്. അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങളെ ഒരു 100 കണക്കിന് ഇങ്ങനെ കൈ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സൗഖ്യത്തെക്കുറിച്ച് നമുക്ക് യൂട്യൂബിൽ സാക്ഷ്യം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തോടെ ഇങ്ങനെ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പെർപ്രസ്ഡ് ആയിട്ടുള്ള ഹാർട്ടല്ല, കംപ്ലീറ്റ് ആൻഡ് ഹാർട്ട്, അതായത് പൂർണ്ണ ഹൃദയത്തോടെയാണ് നിങ്ങൾ കൈവെക്കേണ്ടത്. ഉദര രോഗികൾ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. പിസ്റ്റുല PCOD രോഗികളെല്ലാവരും അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അതിന് പലതരത്തിലുള്ള സിസ്റ്റ് രോഗികൾ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരും, ട്യൂബർ പ്രഗ്നൻസി നടന്നിട്ടുള്ളവരും, മക്കളില്ലാത്തവരൊക്കെ ഇപ്പോൾ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. മനസ്സിൽ വിശ്വാസപ്രമാണം ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇങ്ങനെ കൈവെക്കുന്ന സമയത്ത് കർത്താവ് മാതാവിൻ്റെ കൈയാണിതെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. അല്ല, നിങ്ങൾ കൈവച്ചുകൊണ്ടിരിക്കുകയല്ല എൻ്റെ അർത്ഥം. അമ്മയെക്കൊണ്ട് നമ്മൾ കൈവെക്കുന്നതിൻ്റെ അടയാളം, വിശ്വാസത്താൽ കൈവെപ്പിക്കുന്നതിൻ്റെ അടയാളമായിട്ട് നമ്മൾ അമ്മയ്ക്ക് വേണ്ടി കൈവച്ചിരിക്കുകയാണ്. വിശ്വാസത്തിൽ അത് അമ്മയുടെ കൈ തന്നെയാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം നമുക്ക്. അമ്മയുടെ പേരിലാണ്, അമ്മ ഞങ്ങളുടെ ശരീരഭാഗത്ത് കൈവെക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിപ്പോഴും കൈവച്ചിരിക്കുന്നത്. ആ ഒരു ഓർമ്മയിൽ, ആ ഒരു ബോധത്തിലാണ് ഞങ്ങളത് ചെയ്യണത്. അമ്മ ഇപ്പോഴും എല്ലാവരുടെയും ശരീരത്തിൽ ഞങ്ങൾക്ക് അമ്മ കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി എടുത്തവരും എടുക്കാൻ പോകുന്നവരും പുതുക്കാൻ പോകുന്നവരും, എവിടെയെല്ലാം ശരീര രോഗങ്ങളുണ്ട്, സ്പോണ്ടിലോസിസ് ഉള്ളവർ കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നാക്കിലൊക്കെ അസുഖമുള്ളവരെ നാവിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ആ തലവേദനയുള്ളവരെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കണ്ണിന് അസുഖമുള്ളവരെ കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ എവിടെയാണോ അസുഖം വരണത്, ഇപ്പം നടുവിന് വേദനയുള്ളവരും കിഡ്നി രോഗമുള്ളവരും നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പം അങ്ങനെ എവിടെ ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ ഓരോരോ രോഗികൾ എവിടെയൊക്കെയാണ് രോഗം, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൺലൈനിലൂടെയാണ് പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ തന്നെയാണ് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവേ നീ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വീണ്ടും കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്നുകൊണ്ട് ആരാധനയുടെ സാന്നിധ്യത്തെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിപ്പിടർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ കരുത്ത് ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. ദൈവനാമത്തിൽ നിങ്ങൾ മാർഗരോഗങ്ങൾ തിരവേശികൾ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, വരുമാന മാർഗങ്ങള് മുട്ടിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടകമ്പോളങ്ങള് അടഞ്ഞുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് ശമ്പളമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കണമേ. വഴിപിഴച്ച പെരുമാറ്റങ്ങള്, തെറ്റായ ബന്ധങ്ങള്, പ്രണയബന്ധങ്ങള് കർത്താവേ നീ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ. വിവാഹം ഒത്തുവരാത്തവര്, മക്കളില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വെള്ളമില്ലാത്തവര് എല്ലാവരും കർത്താവേ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ അധിവസിക്കട്ടെ. സാക്ഷ്യം പറയാൻ ഇടയാക്കണമേ. അസ്ഥി രോഗികള്, അസ്ഥി മുടിഞ്ഞവര്, അസ്ഥി ചിന്നവര്, ന്യൂറോ രോഗങ്ങള് ഏറ്റെടുക്കട്ടെ. അലർജി രോഗങ്ങള്, വാതരോഗങ്ങള് ഏറ്റെടുക്കട്ടെ. യേശുവിന്റെ നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ.
കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇരുകരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ ആരാധന, കർത്താവേ ആരാധന, ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ കൈകൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങളുടെ മക്കളെ ആശീർവദിക്കുന്നു. ഉടമ്പടിയിൽ വെച്ച ഓരോ നിയോഗങ്ങളെ ഏറ്റെടുക്കുന്നു. അനേകായിരം പേര് കർത്താവേ അങ്ങേ പരിശുദ്ധമ്മയുടെ മാതൃശക്തിയിൽ ആശ്രയിച്ച് ബഹുമാനപ്പെട്ട ജോസഫിന്റെ കയ്യൊപ്പ് ശുശ്രൂഷ സ്വീകരിച്ചു പോയ രോഗികളെ ഈശോ തൊടുന്ന നിമിഷമാണ്. ദൈവത്തിൻ്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപാസനം സംഭരിച്ച പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുന്നതിന് വേണ്ടി കർത്താവേ തിരുസഭയുടെ മേൽ ദിവികാരുണ്യത്തിൻ്റെ ശക്തി അഭിഷേകമാകണമേ. കർത്താവേ ജോസഫിനെ പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്ക് മേൽ കൃപ നൽകി കർത്താവേ ജനതകൾക്ക് വേണ്ടി ഉപകരണം ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തി ഒഴുകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്നേവരെ കൃപാസനം വന്നു പോയ ഓരോ മക്കളെയും സ്പർശിക്കണമേ. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് 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 ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രത്യക്ഷീകരണമാതാവേ ഞങ്ങൾക്ക് വേണ്ടി